നമ്മുടെ കിറ്റക്സ് സാബുവിനെ അറിയാമല്ലോ. സാബു ജേക്കബിനെ ഇവിടുന്ന് രാഷ്ട്രീയക്കാരും സർക്കാരും എല്ലാവരും കൂടെ തെലങ്കാനയിൽ കൂടി ഓടിച്ചു. തെലങ്കാനയിൽ സാബു ജേക്കബ് 3000 കോടിയുടെ ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചു. പ്രൊജക്റ്റ് തുടങ്ങി, അത് റൺ ചെയ്തു. ഇപ്പോൾ 2024-25 ഏപ്രിൽ ജൂൺ വരെയുള്ള കാലയളവിലെ കമ്പനിയുടെ ത്രൈമാസ പ്രോഫിറ്റ് സംബന്ധിച്ച വിവരം പുറത്തു വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് കമ്പനിക്ക് 275% ലാഭവർദ്ധനമുണ്ടായി. അതായത് ഈ 3 മാസം കൊണ്ട് 29.25 കോടി 29.25 കോടി 29 ലക്ഷം 25 ലക്ഷം രൂപയുടെ ലാഭം കേരളം വിട്ടതുകൊണ്ട് മാത്രം സാബുവിനുണ്ടായി. അല്ല, അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കേരളത്തിൽ എത്ര ബിസിനസ് സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും അങ്ങനെയല്ലെന്ന് നമുക്കറിയാം. ഒന്ന് MRF മലയാള മനോരമയുടെ വലിയ ഒരു കമ്പനി. അവരെവിടെയാണ് കമ്പനി കൊണ്ട് വെച്ചിരിക്കുന്നത്? കേരളത്തിലല്ല. കേരളത്തിലെ മലയാളത്തെ അല്ലെങ്കിൽ മലയാളികളുടെ ഈ ഭാഷാപ്രേമത്തെ, പത്രവായനയെ ഒക്കെ വിറ്റ് വലിയ രീതിയിൽ വളരുന്ന മലയാള മനോരമയുടെ കമ്പനി അവർ കേരളത്തിലല്ല വെച്ച്, പുറത്താണ് വെച്ച്. MRFൻ്റെ ലാഭം വരുന്നതൊക്കെ പുറത്ത്, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവച്ചിട്ടുണ്ടാകുന്ന ലാഭത്തിൻ്റെ ഭാഗമാണ്. കിറ്റക്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ടുള്ള ഗുസ്തി പിടിക്കുകയും അത്തരത്തിലുള്ള വർത്തമാനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നതിൻ്റെ പേരിൽ വളരെ കൂടുതൽ അതാണ് ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, സാധാരണ ഈ വ്യവസായികളൊക്കെ രാഷ്ട്രീയക്കാർക്ക് കീഴ്പ്പെട്ട് നിൽക്കില്ല. സാബു ജേക്കബ് അതിന് തയ്യാറായില്ല. സാബു ജേക്കബ് നേരത്തെ ആദ്യം തുടക്കം അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുമായി വളരെ അടുപ്പത്തിലായിരുന്നല്ലേ. CPM-ഉമായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്കും മറ്റുമൊക്കെ അവരുപയോഗിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ പറയുന്നവരെ താളം തെറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പ്രക്ഷോഭത്തിൽ വളരെ വിശുദ്ധമാവും, പ്രശ്നങ്ങളാവും. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ സ്വാഭാവികമായിട്ടും തെലങ്കാനയിലേക്ക് നമുക്കിവിടെ വേണമെങ്കിൽ വികസിപ്പിച്ചെടുക്കാവുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. അതാണ് നമുക്കുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് അതിനകത്ത് കണക്കാക്കാവുന്ന ഒരു കാര്യം. വേണമെങ്കിൽ കേരളത്തിൽ കിട്ടേണ്ട പൈസ നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സാധനമായിരുന്നു, നമുക്ക് ലാഭം കിട്ടാവുന്നതാണ്. പക്ഷേ അത് പോയി എന്നുള്ളത് അല്ല. ഏറ്റവും അവസാനം അത് ആ കാലത്ത് ഈ വിവാദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിരന്തരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒക്കെ ഇങ്ങനെ നിരന്തരം റെയ്ഡുകൾ നടത്തുകയായിരുന്നു. റെയ്ഡുകൾ നടത്തിയിട്ട് അവസാനം കിറ്റക്സിനെ കുറിച്ച് പറഞ്ഞൊരു ആക്ഷേപം അങ്ങയുടെ ഓർമ്മയിലുണ്ടാവും. അതായത് അവിടെ തുപ്പൽ കൊളാമ്പി ഇല്ലെന്ന്. അതായത് ഞാൻ പലപ്പോഴും കേരളത്തിൻ്റെ പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ബ്യൂറോക്രസിയാണ്. ആ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് പണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന ആളുകൾ, പണം പിടുങ്ങലായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വ്യവസായം പൂട്ടിക്കുന്നതിനുള്ള എല്ലാവിധമായ മാർഗങ്ങളും കണ്ടെത്തി ഗവേഷണം നടത്തി പൂട്ടിക്കും എന്നുള്ളതാണ്. അതിന് ചില സമയങ്ങളിലൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിലാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ കിറ്റക്സ് സാബു എന്ന് പറഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ടവനായിരുന്നു. പിന്നീട് ശത്രുവായി തീർന്ന സമയത്താണ് അത് എതിരായി മാറുന്നത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ എപ്പോഴുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവർക്ക് ഗുണമാണോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഒരാളെ സഹായിക്കലും അതുപോലെ തന്നെ ഒരാളെ ശത്രുവാക്കലും ഒക്കെ ചെയ്യുന്നത് എപ്പോഴും. പക്ഷേ അടിസ്ഥാനപരമായി നമ്മളുടെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ തുപ്പൽ കൊളാമ്പി പറഞ്ഞതേ, തുപ്പൽ കൊളാമ്പി വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ വേണമെന്നുള്ള പഴയൊരു നിയമമാണ്. ഇപ്പോൾ അതെല്ലാം മാറി വാഷ് ബേസിനുകളും സൗകര്യമൊക്കെ വന്നു. അപ്പോൾ സാബു ജേക്കബിനെ പിടിക്കാൻ ഒന്നും കണ്ടില്ല. അപ്പോഴാണ് പഴയ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ തുപ്പൽ കൊളാമ്പി വേണമെന്നുണ്ട്. അതിവിടെ ഇല്ല. കാരണം കമ്പനി മോഡേണൈസ് ചെയ്തു, ആധുനിക കാലത്തെ കമ്പനിയാണ്, എല്ലാ സൗകര്യങ്ങളും വാഷ്റൂമുകളൊക്കെ ഉണ്ട്. എന്നാലും തുപ്പൽ കൊളാമ്പി ഇല്ല എന്ന പേരിൽ നോട്ടീസ് കൊടുക്കുന്നു. ഞാൻ മുമ്പൊരിക്കൽ എറണാകുളത്ത് ഒരു പ്രശസ്തമായൊരു ഹോട്ടലിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ഒരു വേനൽക്കാലത്താണ്, അവിടെ ആ ഗേറ്റിന് മുമ്പിൽ കുടിവെള്ളം വെച്ചിരിക്കുന്നു. നമ്മുടെ ഡിസ്പെൻസറൊക്കെ വെച്ചിട്ട് ടാപ്പ് തുറക്കുന്ന പോലെയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കണ്ടിട്ടുണ്ട് കുടിവെള്ളം നമ്മൾ സ്ഥാപനങ്ങൾക്ക് അകത്ത് കാണുന്നത്. പുറത്ത് വെച്ചിരുന്നു ഫുട്പാത്തിനോട് ചേർന്ന്. അപ്പോൾ വലിയ സൗകര്യമാണല്ലോ എന്നോർത്ത് ഞാൻ വെള്ളം കുടിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരാളോട് പറഞ്ഞു, ഹോട്ടലിൻ്റെ മുന്നിൽ ഒരു നക്ഷത്ര ഹോട്ടലാണ്, എൻ്റെ മുന്നിൽ ഇങ്ങനെ കുടിവെള്ളം വെച്ചിട്ടുണ്ട്, നല്ല കാര്യമാണ്. അത് പറഞ്ഞ ആളെന്നോട് പറഞ്ഞു അത് നല്ല കാര്യമാണ്, പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മുടെ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന നിയമപ്രകാരം പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് വഴിയാത്രക്കാർക്ക് സൗജന്യമായി വെള്ളം കൊടുക്കണം. അതുകൊണ്ടായിരിക്കും ഇവർ വെച്ചിരിക്കുന്ന വേനൽക്കാലമായതുകൊണ്ടാണ്. പക്ഷെ വേണമെങ്കിൽ ഏതൊരു ഹോട്ടലിനെയും പൂട്ടിക്കാം, വഴിയാത്രക്കാർക്ക് സൗജന്യമായി വെള്ളം കൊടുത്തില്ല. അപ്പോൾ ഒരാളെ ഉപദ്രവിക്കണമെങ്കിൽ കാലഹരണപ്പെട്ട നിയമങ്ങളും അത് ഉപയോഗിക്കും. അങ്ങനെയാണ് കിറ്റക്സ് സാബുവിനെ പൂട്ടാൻ ഒന്നും കിട്ടിയില്ല.
നോക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും ജീവനക്കാരുടെ ശമ്പളം, താമസ സൗകര്യം, ആദ്യമൊക്കെ എന്തായിരുന്നു ഈ പന്നിത്തൊഴുത്ത് പോലെ ഉള്ളിടത്ത് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെയൊന്നുമില്ല. 10-15,000 ആളുകൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ഞാൻ ജീവനക്കാർ ആ ജോലി വളരെ ഹെൽത്തിയായ അറ്റ്മോസ്ഫിയറിൽ അവർക്ക് ഒരു ദിവസം ഒരു നേരം 10,000 ആളുകൾക്ക് മീൽസ് വിളമ്പുന്നുണ്ട് ഉച്ചയ്ക്ക്. അങ്ങനെ എല്ലാം കമ്പനിയാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ അവർക്ക് ശമ്പളം കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റി അവരെ കൊണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കി നമ്മുടെ മാർക്കറ്റിലേക്ക് ഇത് മുഴുവൻ വിദേശത്തേക്ക് കയറ്റി അയക്കുകയാണ്. കിറ്റക്സിൻ്റെ പ്രൊഡക്ട്സുകളൊന്നും ഇന്ത്യയിൽ വിൽക്കുന്നില്ല. അവരുടെ ചില സാധനങ്ങൾ സാബു ജേക്കബിൻ്റെ കമ്പനി ഉണ്ടാക്കുന്ന കുട്ടികളുടെ അപ്പാരൽസാണ്, വസ്ത്രങ്ങളാണ്. ഇത് മുഴുവൻ അമേരിക്കയ്ക്കാണ് പോകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ കമ്പനിയാണ് കിറ്റക്സ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെയാണ് അമേരിക്കയിൽ US-ൽ ഇതിൻ്റെ ക്രെഡിബിലിറ്റി ഉള്ളത്, ഇവിടുത്തെ ചില ബ്രാൻഡുകൾ. ആ കമ്പനിയുടെ ഒരു വിപുലീകരണമാണ് നമ്മൾ തകർത്ത് കളഞ്ഞത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, ഇത് കഴിഞ്ഞ ഉടനെ ഇവിടെ ചില ആളുകളൊക്കെ പറഞ്ഞു, CPM-കാരും ഒക്കെ പറഞ്ഞത്, ഒരു സാബു പോയാൽ 10 സാബു ഇവിടെ വരും. ഇങ്ങനെ പറഞ്ഞിട്ട് 2022 ജൂൺ 8-ാം തീയതി നമ്മളൊരു വ്യവസായ മീറ്റൊക്കെ തെലങ്കാനയുമായി ബന്ധപ്പെട്ട് നടത്തി. മന്ത്രിമാരൊക്കെ അങ്ങോട്ട് പോയി, അവിടെ ആളുകളൊക്കെ കണ്ടു, വ്യവസായികളൊക്കെ കണ്ടു. പക്ഷേ ആരും വന്നില്ലല്ലോ കേരളത്തിലേക്ക്. അതെന്തായിരിക്കും? സംസ്ഥാന സർക്കാർ നേരിട്ട് പോയി വിളിച്ചിട്ടും ആരും വന്നില്ല. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം വളരെ ഗുരുതരമാണ് ഈ കാര്യത്തിൽ. അതായത് നമ്മുടെ മന്ത്രിമാരോ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹം തന്നെ മുഴുവനും ആരെ ക്ഷണിച്ചാലും അവരിങ്ങോട്ട് വരണമെന്നില്ല. കാരണം വ്യവസായികൾക്ക് വരണമെങ്കിൽ വ്യവസായ താല്പര്യം സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണം. എന്നുവെച്ചാൽ ലാഭം കിട്ടണം. നമ്മൾ ഭൂമി വെറുതെ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം വെറുതെ കൊടുക്കാൻ തയ്യാറായാൽ, വൈദ്യുതി വെറുതെ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വ്യവസായം കിട്ടിയെന്നിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, വീണ്ടും അവർ വേണമെങ്കിൽ പൂട്ടിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വ്യവസായത്തിന് പ്രോത്സാഹജനകമല്ല ശരിക്കും. വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായം നടത്തുന്നത് ധർമ്മത്തിന് വേണ്ടിയിട്ടല്ല, അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ലാഭം കിട്ടുന്ന സിറ്റുവേഷൻ വേണം. ആ സിറ്റുവേഷൻ ഇല്ല എന്ന് തന്നെയാണ് അവർക്ക് പലർക്കും തോന്നുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ ഈ ബ്യൂറോക്രസിയുടെ നൂലാമാലകൾ, റെഡ് ടൈപ്പിസം, അതിൻ്റെ കൂടെ പൊളിറ്റിക്സ് എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം വ്യവസായം തുടങ്ങിയ ശ്വാസം മുട്ടാകും. വെറുതെ ഇരിക്കുന്നവന് എന്തിനാണ് ശ്വാസം? പക്ഷേ ഇവിടെ ഒരു പ്രതിസന്ധി, ഒരു വിരോധാഭാസമുണ്ട്. എല്ലാവരും പറയുന്നു പിണറായി വിജയൻ മൂലധന ശക്തികളുടെ ആളാണ്, മുതലാളിത്തമാണ്. ഇപ്പം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി, അങ്ങനെ മുതലാളിത്ത കാഴ്ചപ്പാടുള്ള കമ്മ്യൂണിസ്റ്റ് നാമധാരിയാണ് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ വിരോധാഭാസം നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും പിണറായി മാറിയിട്ടും പാർട്ടി മാറിയില്ലേ? അല്ല, ഇതിൻ്റെ എപ്പോഴും എനിക്ക് തോന്നി അങ്ങനെ 2-3 പ്രശ്നങ്ങൾ കേരളത്തെ ഗുരുതരമായിട്ട് ബാധിക്കുന്നതാണ്. ഒന്ന് ട്രേഡ് യൂണിയനിസം എന്ന് പറയും, രണ്ടാമത്തത് ബ്യൂറോക്രസി. അല്ലെങ്കിൽ ഞാൻ ഒന്നാമത് ബ്യൂറോക്രസി വെക്കാനും രണ്ടാമത് ട്രേഡ് യൂണിയനിസം വെക്കാനാലും ഇത് രണ്ടും യഥാർത്ഥത്തിൽ സംരംഭക വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരാണ്. നമുക്ക് കേരളത്തിലെ സർക്കാർ ഓഫീസിൽ പോയിട്ട് ഒരു കാര്യം എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ ഉദ്യോഗസ്ഥൻ്റെ ഭൂതക്കണ്ണാടി എന്ന് പറയുന്നത് ഇതെങ്ങനെ നിങ്ങൾക്ക് നടത്തി തരാതിരിക്കാൻ പറ്റുമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ നടത്തി തരാതിരിക്കാൻ പറ്റും? അതാണ് പ്രശ്നം. അങ്ങനെയുള്ളവർക്ക് നമ്മളിങ്ങനെ രക്ഷപ്പെടാനാണ്. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇത് ഒരാളല്ല, എന്നോട് 100 കണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്തു വരുന്ന പ്രവാസികളാണ്. അവർക്കാണ് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം എന്ന് വെച്ചാൽ അവർ ടാക്സ് കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കൃത്യമായിട്ട് കാര്യം നടക്കുമെന്നുള്ളതാണ് സമയത്തിനുള്ളിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാലും ഒരു ലൈസൻസ് ഉണ്ടല്ലോ, അതിവർ കൊടുക്കില്ല. കൊടുക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് അന്വേഷിക്കുന്ന ജോലിക്കാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ. പിണറായി വിചാരിച്ചത് മാറ്റാൻ പറ്റില്ലേ? മാറ്റാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം പിണറായി ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ ചിലപ്പോൾ മാറ്റാൻ പറ്റായിരിക്കും. പിണറായിക്ക് അതിലായിരിക്കില്ല താല്പര്യം. അല്ല, പിയേഴ്സൺ മാഷ് ഉൾപ്പെടെ പലപ്പോഴും പിണറായി എടുക്കുന്നത് മുതലാളിത്ത നിലപാടുകളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം കൂടെ മാറ്റണ്ടേ? അല്ല, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് മുതലാളിത്ത നിലപാടുകളാണ് സമ്പൂർണ്ണമെങ്കിൽ അതിൻ്റെ ചില നന്മകളും അതിൻ്റെ ചില തിന്മകളും ഉണ്ടാകും. ജനാധിപത്യമാണെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ജനാധിപത്യമാണെങ്കിൽ അതിൻ്റെ നന്മകളും തിന്മകളും ഉണ്ടാകും. കമ്മ്യൂണിസം ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ചില നന്മകളും തിന്മകളും ഉണ്ടാകും. നമ്മുടെ ഇവിടെ ഇതെല്ലാവരും കൂടി ഒരു അവിയലാക്കി മാറ്റി ഒരു തരത്തിലും നല്ല വശം പ്രവർത്തിപ്പിക്കില്ല. ഒന്നിൻ്റെയും മുതലാളിത്തത്തിൻ്റെ നല്ല വശം ഉണ്ടാവില്ല, ജനാധിപത്യത്തിൻ്റെ ഉണ്ടാവില്ല, കമ്മ്യൂണിസത്തിൻ്റെ ഉണ്ടാവില്ല. ഒന്നിൻ്റെയും നല്ല വശങ്ങളുണ്ടാവില്ല. എല്ലാ ചീത്ത വശങ്ങളും പേറുന്ന ഒരു സമൂഹമായിട്ട് ഈ സമൂഹത്തെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ വ്യവസായികളെയൊക്കെ ക്ഷണിക്കുന്നതിന് വേണ്ടി പണ്ട് ജിമ്മ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ, ആ മീറ്റുകളൊന്നും ഗുണം പിടിച്ചിട്ടില്ല. വല്ലതും വന്നിട്ടുണ്ട? ഒന്നും വന്നിട്ടില്ല. എല്ലാം കടലാസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും പോലും സാക്ഷാത്കരിക്കപ്പെടില്ല. കാര്യം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നമ്മളുടെ ഈ ഭൗതിക യാഥാർത്ഥ്യമുണ്ടല്ലോ,
അത് മാറണം. അത് മാറുന്നില്ല എന്നുള്ളതാണ്. അത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഒരേപോലെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ലൈസൻസിൻ്റെ കാര്യം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അല്ല, കേരളത്തിൽ വലിയ തോതിൽ, ഞാൻ പേര് പറയുന്നില്ല, വലിയ തോതിൽ ഡിമാൻഡുള്ള ചില വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി പാലക്കാട് ജില്ലയിൽ കേരളത്തിൻ്റെ അതിർത്തിക്ക് തൊട്ടപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, MRFൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതുമാതിരി നമ്മളങ്ങനെ ചെന്നാൽ കേരളീയരാണ് മുഴുവൻ നടത്തുന്നത്. അതെ, പക്ഷേ അതിർത്തിയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമില്ല. അതിർത്തിക്ക് അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ ഈ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസി ചിലപ്പോൾ വലിയ വലിയ ആളുകൾ അതിന് മറികടക്കുന്നുണ്ടാവും. സാധാരണക്കാർക്ക് ആർക്കും ഇത് മറികടക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരതിൻ്റെ താഴെ ഞെരിഞ്ഞമർന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഇവിടെ ഈ സാബു ജേക്കബിനെ സംബന്ധിച്ച് വേറൊരു വ്യത്യസ്തതയുണ്ട്. കാരണം രാഷ്ട്രീയ പ്രവർത്തകർ കൂടിയാണ് അദ്ദേഹം. നമ്മൾ വ്യവസായികളെയൊക്കെ സമീപിച്ചാൽ അവർ രാഷ്ട്രീയ പാർട്ടികളുടെ ആരോടും രാഷ്ട്രീയമൊക്കെ ഉണ്ട് കേട്ടോ, ഞാനത് പുറത്ത് പറയുന്നില്ല എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുക. അദ്ദേഹം വ്യവസായിയായി ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടി ഉണ്ടായി. അപ്പോൾ ഒരു വ്യവസായിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനോ രാഷ്ട്രീയ അഭിപ്രായം പറയാനോ നിലപാടുകൾ എടുക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ടാക്കാനോ ഒന്നിൽ ചേർന്ന് പ്രവർത്തിക്കാനോ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. നമ്മുടെ ഭരണഘടന അനുസരിച്ച് അങ്ങനെ യാതൊരുമായിട്ടുള്ള പ്രശ്നങ്ങൾ. സാബു ജേക്കബിനെ വേട്ടയാടി ആട്ടിപ്പായി അല്ല, അത് ഞാൻ പറയുന്നത് പൊളിറ്റിക്കലായിട്ടുണ്ടാകുന്ന ഫ്യൂഡുകൾ, യുദ്ധങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ മാത്രം നമ്മളതിനെ കണക്കാക്കേണ്ടായിരുന്നു. അതിൽ കൂടുതൽ എനിക്കതിനകത്ത് വലിയ പ്രസക്തിയൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇവർക്കെന്താ ഗുണമെന്ന് വെച്ചാൽ വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഡ്വാൻറ്റേജ് ഇല്ലേ. അവർക്ക് കിട്ടുന്ന ഒരുപാട് ഫണ്ടുകൾ, വികസനത്തിന് ഉപയോഗിക്കേണ്ടിരിക്കുന്നതായിട്ടുള്ള ഫണ്ടുകൾ പോലും അവർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അതേപോലെ തന്നെ സാമൂഹ്യ സേവനത്തിനൊക്കെ വിനിയോഗിക്കാം. അത് ഒരു രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സാധ്യതയാണ്. ആ സാധ്യതയാണ് സാബു ജേക്കബ് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണോ? അല്ല, ആര് പറഞ്ഞാൽ? പിന്നെ എന്തിനാണ് ഇവിടുത്തെ ഇടത് വലത് എല്ലാം കൂടെ ഒരുമിച്ച് സാബു ജേക്കബിന്റെ തലയിലോട്ട് വരുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ശത്രുത അങ്ങനെയല്ലല്ലോ. അതുപോലെയല്ല, എന്തെല്ലാം ചെയ്തു. ആ കമ്പനി പൂട്ടിക്കാൻ നോക്കി, അദ്ദേഹത്തിനെ കൊടുക്കാൻ നോക്കി, അദ്ദേഹത്തിൻ്റെ അനുയായിയായ ഞാൻ ഓർക്കുന്നു ഒരു ദളിത് ചെറുപ്പക്കാരൻ ദീപു എന്ന് മറ്റാണ് പേര്, അയാളുടെ തലക്കടിച്ച് അയാളെ കൊലപ്പെടുത്തി. എന്തൊക്കെ ചെയ്തു? എന്തിന്? അവിടെ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കൺസ്യൂമർ സ്റ്റോറുണ്ട്, അതിൻ്റെ പ്രവർത്തനം വരെ തടസ്സപ്പെടുത്താൻ നോക്കി. ആളുകൾക്ക് ഒരു കമ്പനി CSR വഴിയോ അല്ലെങ്കിൽ എങ്ങനെയോ ആട്ടെ അവരുടെ പണം ഉപയോഗിച്ച് CSR വഴി ഒക്കെ ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞ സാധ്യതകളാണ്. ആ സാധ്യതകൾ വളരെ ഫലപ്രദമായിട്ട് അയാൾ ഉപയോഗിക്കുന്നു. അല്ല, അതിനെയൊക്കെ തടസ്സപ്പെടുത്താൻ നോക്കുന്നതിനാ? അല്ല, അത് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇയാളുടെ ഭാഗത്തും പൂർണ്ണമായിട്ട് ശരിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പൊളിറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് രാഷ്ട്രീയത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരും. അങ്ങനെ ഉണ്ടാവും, നമ്മൾ കണക്കാക്കേണ്ടായിരുള്ളൂ. പക്ഷേ വേറെ കാര്യമുണ്ട്. ഈ കിഴക്കമ്പലത്ത് തുടങ്ങിയ ഈ ഒരു പരീക്ഷണം തൊട്ടടുത്ത പഞ്ചായത്തുകൾ ഏറ്റെടുത്തു, ജില്ലാ പഞ്ചായത്ത് സീറ്റ് കിട്ടി. അങ്ങനെയൊക്കെ 2020 എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായി. അല്ല, അവർ പാർലമെൻറ്റിലേക്കൊക്കെ മത്സരിച്ചല്ലോ. അതെ, അതുകൊണ്ട് ആ സാധ്യതകളുണ്ട്. പക്ഷെ അവർക്കത് അതിനപ്പുറത്തേക്കത് വികസിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. പറ്റേയില്ല. അല്ല, ഇപ്പോൾ 2 മുന്നണി അല്ലെങ്കിൽ 3 മുന്നണിക്കും എതിരെ അല്ല, മുന്നണിയുടെ പ്രശ്നം മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഒരു മേഖലയുണ്ട്. ആ മേഖലയ്ക്ക് അപ്പുറത്തുണ്ടെങ്കിൽ വേറെ വല്ല കമ്പനികളൊക്കെ തുടങ്ങി അതിലേക്ക് ആളുകളെ ആകർഷിച്ച് ആ പ്രദേശത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. ആ കമ്പനി അവിടെ മുഴുവൻ കടമ്പ്രയാറ് മുഴുവൻ മലിനീകരിക്കുകയാണെന്നുള്ള ക്യാമ്പയിൻ അതൊക്കെ എവിടെ പോയി? കാരണം ഇതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല, പിടിക്കാൻ കഴിഞ്ഞില്ല. വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരാളെ എങ്ങനെയെങ്കിലും പൂട്ടുക. അതിന് സ്ഥലം MLA മുന്നിലുണ്ടായിരുന്നു. MLA എന്തൊക്കെയാണ് ഈ ഒരു ദളിത് പീഡന നിയമപ്രകാരം വരെ കേസ് കൊടുത്തു. അല്ല, അതെല്ലാം ഞാൻ രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. അതൊരു പോസിറ്റീവ് രാഷ്ട്രീയമാണ്. അല്ല അത് നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് ശരിക്കും. CPM ഈ കാലത്തും ഇങ്ങനെ നെഗറ്റീവ് പൊളിറ്റിക്സ് കളിക്കും അല്ലേ? അല്ല, പല സ്ഥലങ്ങളിലും CPMൻ്റെ നെഗറ്റീവ് പൊളിറ്റിക്സാണ് CPMനെ യഥാർത്ഥത്തിൽ പിന്നോട്ടടിപ്പിക്കുന്നത്. നെഗറ്റീവ് പൊളിറ്റിക്സ് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന അല്ല. സന്ദേശ സിനിമയിൽ ശങ്കരാടി പറയുന്ന പോലെയാണ്, ഒരു കൊള്ളാവുന്ന ഒരുത്തം പൊങ്ങി വന്നാൽ അവനൊരു തട്ടിപ്പ് കേസിൽ അല്ലെങ്കിൽ പെണ്ണ് കേസിൽ പെടുത്തുക, അതോടെ അവൻ തീർന്നോളും. അല്ല, അങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നെഗറ്റീവ് പൊളിറ്റിക്സ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് ദോഷമാണ് ചെയ്യുന്നത്, അതവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എനിക്ക് തോന്നുന്നത് കിറ്റക് സാബുവിന് സന്തോഷമായിരിക്കും. കേരളം വിട്ടു പോയതുകൊണ്ട് 3 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഒരു ലാഭം തെലങ്കാനയിൽ നിന്നുണ്ടാക്കാൻ കഴിഞ്ഞു.
അത് ഇവിടെയും കുറേ ലാഭം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് പുറത്ത് വാർത്തയായിട്ട് വരുന്നില്ലെന്ന് മാത്രമല്ല, ലാഭമില്ലാത്തൊരു പരിപാടിയും കിറ്റക്സ് ചെയ്യും ഉണ്ടാവില്ല നിൽക്കുന്നില്ല. കാരണം അതിന് എതിരാളി ഇല്ലല്ലോ. ഉണ്ടാക്കിയ സാധനം അമേരിക്ക US വിടുന്നു, അതങ്ങനെ എതിരാളി ഇല്ലാത്ത. പക്ഷേ പ്രശ്നങ്ങളില്ലല്ലോ. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഉള്ള ഒരു സാധ്യത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുമായിരുന്നു, ഇവിടെ ഒരുപാട് തുക നികുതി കിട്ടുമായിരുന്നു, കോടിക്കണക്കിന്. അല്ല, എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു നൂറുകണക്കിന് കോടിയാണ് ടെക് സാബു നികുതി കൊടുക്കുന്നത്. ഇതും ആ കൂട്ടത്തിൽ കേരളത്തിന് കിട്ടേണ്ട നികുതി പണത്തിൽ കിട്ടേണ്ട പണം, ആളുകളുടെ പുതിയ ഒരു 3000 കോടിയുടെ ഒരു ഫാക്ടറി വരുമ്പോൾ എത്രായിരം ആളുകൾക്ക് തൊഴിൽ കിട്ടും, അവരുടെ ശമ്പളം, അവർ ഈ കേരളത്തിലുള്ളവരോ കേരളത്തിന് പുറത്തുള്ളവരോ ആവട്ടെ, അവർ ഈ നാട്ടിൽ അത് വിനിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കറൻസി ഫ്ലോ, ഇതെല്ലാം നഷ്ടപ്പെടുത്തി. എനിക്ക് ഇതിൻ്റെ അകത്ത് വെക്കാവുന്നൊരു നിർദ്ദേശം ഇതാണ്. ഈ 2020 എന്ന് പറയുന്ന പ്രോസസ്സായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മറ്റൊരു ജില്ലയിലൊക്കെ പോയിട്ട് ഇതുപോലെ വലിയ സ്ഥാപനം നടത്തുകയും അതിലേക്ക് വരുന്ന തൊഴിലാളികളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടന്ന അവിടെയും അത്തരത്തിന് ഒരു തുരുത്ത് സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയും. കാരണം അങ്ങനെ പറയാൻ പറ്റുമോ? 2020 പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളൊന്നും അല്ല, ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു സാധ്യതയുടെ പുറത്താണ് അവർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഓരോ സ്ഥലത്തും ഈ അവരുടെ വോളണ്ടിയേഴ്സിനെ കൊണ്ട് അവർ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഒരു സ്വാഭാവികമായി കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് അതൊരു മദർലാൻഡ് ആയിട്ടൊരു കമ്പനി വരുന്നു. സോ അവിടെ ഇരിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ആളുകളുടെ വെൽഫെയർ ആ കമ്പനി സ്വാഭാവികമാണ്. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു സാധ്യത അവരുടെ ഒരു സാധ്യത ഇങ്ങനെ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കാരണം അത്രമാത്രമൊക്കെ അതിന് വളരാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂടി വ്യാപിപ്പിച്ചാൽ അതിൻ്റെ ശൃംഖലകൾ വർദ്ധിപ്പിക്കാൻ അത് അല്ല അങ്ങനെ അത് കൊള്ളാം. പക്ഷേ അങ്ങനെ ഒരു കമ്പനി ഇടാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ. അല്ല, അത് ഉള്ളത് കൂടെ പൂട്ടിക്കാൻ എങ്ങനെ പറ്റും? തുപ്പൽ കൊളാമ്പിയില്ല, അതിനെ മറികടക്കാൻ അയാൾക്ക് കഴിയണമെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. തുപ്പൽ കൊളാമ്പി ഇല്ലാത്തതുകൊണ്ട് പൂട്ടിക്കോ എന്ന് പറഞ്ഞ ആളോട് മറ്റൊരു ജില്ലയിൽ പോയി കമ്പനി ഇടാൻ വന്നാൽ സമ്മതിക്കുമോ? അല്ല, ഇതാണ് ഒരു പ്രശ്നം. നോക്കാം, ഏതായാലും നോക്കാം. എന്തായാലും ഇതൊരു പ്രശ്നമാണ് നമ്മുടെ ബ്യൂറോക്രസി. ഇപ്പോൾ നമ്മൾ പിണറായി വിജയൻ്റെ ബ്യൂറോക്രസി എന്ന് പറയും, കുറേ കഴിയുമ്പോൾ വേറെ ആരുടെയെങ്കിലും ബ്യൂറോക്രസി എന്ന് പറയും. ഈ ബ്യൂറോക്രസി ഒന്ന് കറക്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സിലേക്ക് നമ്മുടെ സൊസൈറ്റി എത്തിയില്ലെങ്കിൽ കുഴപ്പമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതായാലും കേരളത്തിൽ നിന്ന് ഓടിച്ചു, കേരളത്തിന് പുറത്ത് വൻ ലാഭത്തിൽ കേരളത്തിലെ കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ ചെറിയ കമ്പനിയാണ്. ഈ ചുരുങ്ങിയ പീരീഡിനുള്ളിൽ ഉണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നത് കേരളത്തിലെ കമ്പനിയേക്കാളും മെച്ചപ്പെട്ട ലാഭമാണെന്ന തരത്തിലേക്ക് കിറ്റക്സ് നിൽക്കുന്നു. ഏതായാലും കേരളം വിട്ടവർക്ക്, കേരളം വിടാൻ ഉദ്ദേശിക്കുന്നവർക്ക് പാഠമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കേരളത്തിലേക്ക് വ്യവസായങ്ങൾ കേരളം അത് പഠിക്കുകയും തിരുത്തുകയും കേരളത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. ഫലമൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാൻ. നമ്മൾക്കത് അങ്ങനെ പ്രതീക്ഷിക്കാനും പറയാനല്ലേ പറ്റുള്ളൂ. അതെ, നോക്കാം.